Hi everyone, how are you all? I hope you all are safe and fine. So we were discussing about our Google Earth chapter 9. So we have discussed our theory of the chapter, and today we are going to see how we can open the Google Earth on our web and how we can use the options available in the Google Earth. So first of all, we want to open the Google Chrome. So click on Google Chrome. The Chrome web page will opens. Either we can write the URL here or we can search the Google Earth here. So here I am going to write the Google Earth for web here. So അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് ഗൂഗിൾ എർത്ത് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഗൂഗിൾ എർത്ത് ലോഡഡ് ആയതുകൊണ്ടാണ് ലോഞ്ച് എർത്ത് ഇൻ ക്രോം എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്ലെ ഇവിടെ റൈറ്റ് ടോപ്പ് കോർണറിൽ കാണാം, അല്ലെങ്കിൽ താഴെ ഉണ്ടാവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അത് ഓപ്പൺ ആയി വരും. സോ ദിസ് ഈസ് കോൾഡ് ദി ഗൂഗിൾ എർത്ത് ഓപ്ഷൻ. കാരണം നമ്മുടെ ഗ്ലോബാണ് ഈ കാണുന്നത്. നമുക്കിങ്ങനെ മൗസ് ബട്ടൺ യൂസ് ചെയ്ത് ഈ ഗ്ലോബിനെ എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യിക്കാനും ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാനും പറ്റും. ക്ലിയർ? ഇതാണ് നമ്മുടെ ഗൂഗിൾ എർത്തിൻ്റെ പേജ്. പിന്നെ ഇത്രയും മെനു ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ മെനു ഉണ്ട് സെർച്ച്, വോയേജർ, ഐ ആം ഫീലിംഗ് ലക്കി, മൈ പ്ലേസസ്, ഷെയർഡ് സിമ്പിൾ ഇവിടെ കാണിക്കുന്നില്ല. ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത്രയുമാണ് നമുക്കിവിടെ ഉള്ളത്. മൈ സ്റ്റൈലാണ്. പിന്നെ പ്രൊജക്ട്സ്, നമുക്ക് എന്തെങ്കിലും ഇത് പുതിയ വേർഷനാണ് കേട്ടോ. കാണാനുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇത് കാണുന്നത്. ഇത് നമ്മുടെ ആഡ് പ്ലേസ് മാർക്ക്, ഇത് ഡ്രോ ലൈൻ ഓർ ഷേപ്പ്. നമ്മുടെ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത ഏരിയയിൽ എന്തെങ്കിലും ലൈൻസ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാം. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ഫ്ലൈ ടു യുവർ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ദിസ് വൺ ഈസ് സ്ട്രീറ്റ് വ്യൂ. സെലക്ട് ഓർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടു എൻ്റെ സ്ട്രീറ്റ് വ്യൂ. ഇത് സ്ട്രീറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 3D ഓർ 2D, പ്ലസ് ചെയ്യാം, മൈനസ് ചെയ്യാം, രണ്ടും ഉണ്ട്. പിന്നെ ഇത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസാണ്. പിന്നെ നമ്മുടെ ഗ്ലോബിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് കാണുന്നത്. അപ്പോൾ നമുക്കിത് മൂവ് ചെയ്യിക്കാനും ഇത് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ എർത്തിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്തിനെ പറ്റി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ബട്ടൺ യൂസ് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ബിഗ് ബെൻ ഇൻ ലണ്ടൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബെൻ ഇൻ ലണ്ടൻ എന്ന് പറയുന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആ ലൊക്കേഷനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ബോക്സ് ഇവിടെ വരും. പിന്നെ ഗ്ലോബിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്ത പ്ലേസിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബിഗ് ബെൻ ടൗൺ. നമ്മളൊരു വിർച്വലി നമ്മളവിടെ ചെന്ന് നിന്ന് കാണുന്ന പോലെയുള്ളൊരു ഫീലാണ് നമുക്ക് ഗൂഗിൾ എർത്തിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് ഏത് പ്ലേസ് വേണേലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്കൂൾ സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ജ്യോതിനികേതൻ സ്കൂളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ജ്യോതിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോഡായി വരാൻ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്ട്രീറ്റ് വ്യൂവും നമ്മുടെ അടുത്തുള്ള ബിൽഡിങ്ങൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൂം ചെയ്താൽ. കണ്ടോ? ഇതാണ് നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന ലൊക്കേഷൻ, ജ്യോതിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓക്കെ, ഇതിങ്ങനെ ഈ പ്ലസ് സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സൂം ചെയ്ത് കാണാം. കണ്ടോ? സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രീറ്റ് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള എല്ലാ സ്ട്രീറ്റിൻ്റെയും ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോഡാവട്ടെ.
ജസ്റ്റ് മിനിറ്റ്, നമുക്കൊന്നുകൂടെ ഒന്ന് സെർച്ച് നോക്കാം. ജ്യോതിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേട്ടോ. സൂം ചെയ്യാം. ആ ഇൻഫർമേഷൻ ബോക്സിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ സ്കൂളിൻ്റെ ഇന്ന കോട്ടയാടാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് മോർ ഇൻഫോ വേണമെങ്കിൽ മോർ ഇൻഫോ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് മാറ്റി 2D ആണ് ഇപ്പോൾ കാണുന്നത്. 3D കാണാം നിങ്ങൾക്ക്. കണ്ടോ, ഇപ്പോൾ കാണുന്നത് ഒരു 3D ഇമേജാണ്. ഒറിജിനൽ നമ്മൾ ട്രീ എങ്ങനെ കാണുന്നു അതേ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നില്ലേ. ഇത് മാറ്റുമ്പോൾ ഇങ്ങനെയാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പുതിയൊരു പ്ലേസ് നമ്മൾ സെർച്ച് ചെയ്ത് ഇതിൽ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനിയുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് വോയേജർ. സോ വാട്ട് ഈസ് വോയേജർ? വോയേജർ ഈസ് എ ഗൂഗിൾ എർത്ത് ഫീച്ചർ. ഇറ്റ് ഈസ് എ ഷോക്കേസ് ഓഫ് ഇൻറ്ററാക്റ്റീവ് ഗൈഡഡ് ടൂൾസ്. ഇത് ഓൾറെഡി എന്താ പറയുക, വോയേജർ ബ്രിങ്സ് വിഷ്വലൈസേഷൻ ആൻഡ് ജിയോസ്പേഷ്യൽ സ്റ്റോറി ടെല്ലിംഗ് ടു ദ ഫ്രണ്ട് ഓഫ് ദി റീഡിസൈൻഡ് ആപ്ലിക്കേഷൻ. അത് ഓൾറെഡി കുറേ ഓപ്ഷൻസ് അതിലുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ വോയേജറിൻ്റെ ഓപ്ഷൻ ഐക്കൺ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഓൾറെഡി ഇതിനെയാണ് നമ്മൾ എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓൾറെഡി ഗൂഗിൾ എർത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്കിതിൽ നിന്ന് കിട്ടും. ഞാൻ സൗത്ത് ജോർജിയ ഐലൻഡ് ക്ലിക്ക് ചെയ്യണം. കണ്ടോ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്കിപ്പോൾ വ്യൂ നിങ്ങൾക്ക് 3Dയിലേക്കോ 2Dയിലോട്ടൊക്കെ മാറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ. ഇനി ഇവിടുത്തെ സ്ട്രീറ്റ് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ സെലക്ട് ദി സ്ട്രീറ്റ് വ്യൂ. സ്ട്രീറ്റ് വ്യൂ ലോഡാകാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഈ ടൈം എടുക്കും ലോഡായി വരണേ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് ലൊക്കേഷൻ്റെയാണോ സ്ട്രീറ്റ് വ്യൂ വേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, സ്ട്രീറ്റ് വ്യൂ കൊടുക്കുക. ലോഡായി വരട്ടെ. 41% ആയാലും 100% ആയാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ. കണ്ടോ നിങ്ങൾ അവിടുത്തെ ഐലൻഡിൽ നിങ്ങൾ നേരിട്ട് ആ റോക്ക് കാണുന്ന പോലത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഇത് സൂം ഇൻ ചെയ്ത് സൂം ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും ഇത് 100% ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫുൾ ആകാതെ നമ്മൾ അടുത്ത ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നും ഓരോ ഓപ്ഷൻസ് വന്ന് ലോഡായതിന് ശേഷം മാത്രമേ അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് വോയേജർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി നമ്മുടെ ആദ്യത്തെ ഗ്ലോബ് സെലക്ട് ചെയ്യാണ്.
100% ആയിട്ട് വേണം അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് 8490. ഓക്കെ, 100%. ഓക്കെ, ഇനി നമുക്ക് വോയേജറിലെ വേറെ 2 ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ക്ലോസ് ദിസ് വൺ. ഉണ്ടോ, വോയേജർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതാണ് ഈ കാണുന്നത്. നേച്ചർ, ഗെയിംസ്, ലേയേഴ്സ്, സ്ട്രീറ്റ് വ്യൂ, കൾച്ചർ, ട്രാവൽ ആൻഡ് എഡ്യൂക്കേഷൻ. ഇഫ് യു ആർ സെലക്ട് ദ കൾച്ചർ, നമ്മൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാലും അതിൻ്റെ കുറേ കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ട്രാവൽ വേണമെന്നുണ്ടെങ്കിൽ ട്രാവൽ എടുക്കുക. അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തെങ്കിലും കുറേ എഡിറ്റേഴ്സ് ചോയ്സ് കാണും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ചോയ്സ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ വോയേജർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി ഉള്ളത് ഐ ആം ഫീലിംഗ് ലക്കി എന്നുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ പ്രസ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഏതോ ഒരു പ്ലേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണം, പക്ഷെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം അറിയില്ല. അപ്പോൾ അവർ ഓൾറെഡി ഉള്ള കുറേ ലിസ്റ്റുണ്ട്. ഗൂഗിൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഡീറ്റെയിൽസ് ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ കണ്ടതുപോലെയുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോഡ് ആവാൻ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടിരിക്കുന്ന ലൊക്കേഷൻസാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ പ്ലേസ് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മൈ പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഏതാണോ ഓക്കെ, നമ്മൾ ഈ ഥൻ എന്ന് പറയുന്ന ലൊക്കേഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. വെയിറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ, ആഡ് ടു പ്രൊജക്ട്സ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും ഫർദർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ടൈറ്റിലായിട്ട് ഈ പ്ലേസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മൈ പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് സേവ് ടു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ എത്ര പ്ലേസസുകൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഐ ആം ഫീലിംഗ് ലക്കി ആൻഡ് മൈ പ്ലേസസ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ഇനി ഇതിലുള്ളത് ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു പ്ലേസ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നു. ജ്യോതി നികേതൻ തന്നെ നമുക്കൊന്നുകൂടെ സെർച്ച് ചെയ്യാം. ഓക്കെ, ജ്യോതി നികേതൻ. പ്ലേസ് ഫൈൻഡ് ചെയ്ത് വരട്ടെ. ലോഡാവട്ടെ കേട്ടോ. കാരണം നമ്മുടെ സ്കൂൾ ലൊക്കേഷൻ കണ്ടോ.
Jodhnigetan English Medium School. സ്കൂൾ ഇൻ ആലപ്പുഴ. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ കണ്ടോ പുന്നപ്പുറ ആലപ്പുഴ ഫോൺ നമ്പറും നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്കോ നിങ്ങൾക്ക് ഈ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ലൊക്കേഷൻ, ഫോൺ നമ്പറും വെബ് അഡ്രസ്സും ഉണ്ട്. ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഇനി ഇതിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ഈ മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു ന്യൂ ഇന്ത്യ അല്ല ഏതിലേക്കാണോ നിങ്ങൾക്ക് പോവേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഡ്രോ ചെയ്ത് വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങോട്ടൊക്കെ പോകണോ ആ ഡിസ്റ്റൻസ് എല്ലാം നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ആ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഡിസ്റ്റൻസ് ബോക്സിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് സേവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് മെഷേഴ്സ്. ഈ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ആദ്യം സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏത് ഏരിയയിലേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് അത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഡിസ്റ്റൻസ് അവരുടെ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യിക്കും. അത് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വേറെ ഏതെങ്കിലും ഫയലിലേക്ക് വേണമെങ്കിലും ഡയറക്റ്റ് സേവ് ചെയ്യാം. എന്നിട്ട് ഫർദർ ഫ്യൂച്ചർ റെഫറൻസ് വേണ്ടി ഈ ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ എർത്ത്. നിങ്ങൾക്ക് സിസ്റ്റമോ ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ സെർച്ച് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം ലൊക്കേഷനും നിങ്ങളുടെ ഏരിയ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നെറ്റിന് കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡീറ്റെയിൽസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെയുള്ളവർക്ക് ഇതിലെ എല്ലാ ഓപ്ഷൻസും ഓരോന്നും സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇത് നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇനി നമുക്കിൻ്റെ എക്സസൈസ് പോർഷനും കൂടെ ഡിസ്കസ് ചെയ്യാം. Okay, next we are going to discuss about the exercise portion. The first category is fill in the blanks. First one, globe is considered more accurate as it is dash form of our earth. Globe എന്ന് പറയുന്നത് എർത്തിൻ്റെ എന്ത് ഫോമാണ്? ഇറ്റ്സ് എ miniature form of earth. The dash maps are used to store data in a computer for ease of access and updating. അപ്പോൾ ഏത് ടൈപ്പിലാണ് മാപ്പ് നമ്മൾ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ സേവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മാപ്പ്. Dash is a virtual globe created by Google. So which one is the digital globe? It is Google Earth. Google Earth on web opens by clicking on dash option. ഏത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം? ലോഞ്ച് എർത്ത് ഇൻ ക്രോം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ ഓപ്ഷൻ കാണാഞ്ഞത്. അതേ നമ്മുടെ വെബിൽ അതുണ്ട്, അതുകൊണ്ടാണ് അത് കാണാത്തത്. നിങ്ങൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ലോഞ്ച് എർത്ത് ഇൻ ക്രോം എന്നൊരു ഓപ്ഷനോടെ ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഓക്കെ, then the Voyager has grouped similar pages under different tabs. അപ്പോൾ ഏതൊക്കെ ടാബ്സാണ് നമ്മൾ Voyager എന്ന് പറയുന്ന ഓപ്ഷനിൽ കണ്ടത്? എഡിറ്റർ സ്പീക്ക്, ഗെയിം ഉണ്ട്, ലെയേഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് വ്യൂ, നേച്ചർ, കൾച്ചർ, ട്രാവൽ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, the next category is take the correct option. When we are not sure of the place for exploring, the dash feature of Google Earth helps us. So ഏത് ഫീച്ചറാണ്? I am feeling lucky. We can measure the distance between the location by clicking on ഏതിലാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ? The fourth icon is the distance measurement. My places folder includes ഏതാണ്? My favorite places. പുതിയ വെർഷനിൽ അത് കാണുന്നില്ല, പകരം നമുക്ക് ആഡ് ടു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, when we want to explore a new location but we are not sure of the place, we should click on which option? I am feeling lucky. Dash is an interactive guided tour or
ഗൂഗിൾ എർത്ത്. ഏതാണ് ഗൂഗിൾ എർത്തിൽ ഇൻറ്ററാക്റ്റീവ് ഗൈഡഡ് ടൂർ? ഇറ്റ് ഈസ് എ വോയേജർ. ഇൻഫർമേഷൻ ബോക്സ് ഈസ് ഓൾസോ നോൺ ആസ് നോളജ് ബോക്സ്. ദ ഡാഷ് ഈസ് നോട്ട് ദി ഗൂഗിൾ എർത്ത് വേർഷൻ. ഗൂഗിൾ എർത്തിന് 3 വേർഷൻ ഓൾറെഡി ഉണ്ട്, എർത്ത് ഓൺ വെബ്, മൊബൈൽ ആൻഡ് പ്രോ. സോ ദിസ് ഈസ് നോട്ട് ദി ഗൂഗിൾ എർത്ത് വേർഷൻ. സോ ദ ആൻസർ ഈസ് ഗൂഗിൾ ക്രോം. ഫോർ ഓപ്പണിംഗ് ഗൂഗിൾ എർത്ത് ഓൺ വെബ് വി ക്ലിക്ക് ഓൺ ഡാഷ് ഓപ്ഷൻ. നമ്മൾ ഏത് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്? ലോഞ്ച് എർത്ത് ഓൺ ക്രോം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ. അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാപ്സ് ആർ സ്കെയിലബിൾ, ആക്യുറേറ്റ്, ഇൻറ്ററാക്റ്റീവ്. ഇതെല്ലാം ഡിജിറ്റൽ മാപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. സോ ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾ ദി എബോവ്. ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഓൺ ഗ്ലോബ് ഈസ് ഡാഷ്. ഏതാണ്? 3 ഡയമെൻഷനിലാണ്. ഗ്ലോബിലുള്ളതെല്ലാം 3 ഡയമെൻഷനിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ട്രീയും ബിൽഡിങ്ങും ഒക്കെ കതിരുന്ന പോലെയുള്ള സെയിം ഫീലിംഗ് കിട്ടുന്നത് 3 ഡയമെൻഷനിലായതുകൊണ്ടാണ്. Next category is true or false. Maps are considered more accurate than a globe. It is false. Digital maps store data in a computer for ease of access and updating. എന്താണ്? നമുക്ക് പെട്ടെന്ന് സ്റ്റോർ ചെയ്യാനും ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ മാപ്പ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ട്രൂ. We cannot zoom digital maps on the screen. It is false. We can zoom in and also zoom out of this digital map on the screen. ലോഞ്ച് എർത്ത് ഇൻ ക്രോം മീൻസ് വി വാണ്ട് ടു ഇൻസ്റ്റാൾ ഗൂഗിൾ എർത്ത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയല്ല, ആക്ച്വലി നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യണമെന്ന് അതിൻ്റെ മീനിങ് ഉള്ളൂ, ഇൻസ്റ്റാളേഷൻ അല്ല. ഓക്കെ. സോ ദ ആൻസർ ഈസ് ഫോൾസ്. ഫോർ ഓപ്പണിംഗ് ഗൂഗിൾ എർത്ത് ഓൺ വെബ് വി നീഡ് ടു ഇൻസ്റ്റാൾ. അങ്ങനെയില്ല, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഗൂഗിൾ എർത്ത് കാണാൻ പറ്റുമെന്നില്ല. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുവാണ്. So here the answer is false. Information about any location is displayed in the knowledge box. It is true. ഏത് ലൊക്കേഷൻ്റെ ഇൻഫർമേഷൻ നമുക്ക് നോളജ് ബോക്സിൽ കാണാൻ പറ്റും. സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് വിൽ ഓപ്പൺ ദി ഫോട്ടോസ് ഫിയർ പാനൽ ആൻഡ് ദി ഇൻഫർമേഷൻ പാനൽ. ഇറ്റ് ഈസ് ട്രൂ. സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് നമ്മുടെ വോയേജറിൽ എടുക്കുമ്പോഴാണ് ആ ഓപ്ഷൻ കാണുന്നത്. നാവിഗേഷൻ ബട്ടൺസ് ആർ യൂസ് ടു ഫ്ലൈ എ ന്യൂ ലൊക്കേഷൻ. അങ്ങനെ ഒരു ബട്ടൺ സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിലും നാവിഗേഷൻ ബട്ടൺസ് പുതിയ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ട്രൂ. ഡാഷ് ദിസ് ഐക്കൺ ഈസ് ഫോർ പ്ലേസസ് ഫോൾഡർ. ഇറ്റ് ഈസ് ഫോൾസ്. ഇത് എന്തിനുള്ള ഫോൾഡറായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്തിനുള്ള ഫോൾഡറാണത്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ് എന്തിനുള്ള ഫോൾഡറാണത്? ഐ ആം ഫീലിംഗ് ഹാപ്പി. വി ക്യാനോട്ട് മെഷർ ഏരിയ ത്രൂ ഗൂഗിൾ എർത്ത്. ഇറ്റ് ഈസ് ഫോൾസ്. നമുക്ക് ഏരിയ അല്ലെങ്കിൽ അതായത് ഒരെണ്ണമെങ്കിൽ ഒരൊറ്റ ലൈൻ വരും. അതിൽ കൂടുതൽ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്ത ഒരു പോളിഗൺ ഷേപ്പിൽ വരും. അതിൻ്റെ ഏരിയ നമുക്ക് ഗൂഗിൾ എർത്തിൽ നിന്ന് തന്നെ മെഷർ ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഈസ് ഫോൾസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗൂഗിൾ എർത്തിൻ്റെ എക്സസൈസ് പോർഷനുള്ളത്. സോ വി ആർ കംപ്ലീറ്റ് അവർ 9th ചാപ്റ്റർ. ഓക്കെ ശേഷം നിങ്ങൾ വായിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. വെറുതെ ഗൂഗിളിൽ കുറച്ച് പ്ലേസസ് സെർച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ ചിൽഡ്രൻ, ടേക്ക് കെയർ. താങ്ക് യു ആൻഡ് ബൈ ബൈ.